എൻ്റെ പേര് ജെസ്സി കബീർ. തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർക്കുളത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ തയ്യാറാക്കുന്നത് ചുരക്ക, പൊങ്ങ്, ഉന്നക്കായ് പായസമാണ്. അത് തയ്യാറാക്കുന്നത് പൊങ്ങ് അരച്ചിട്ട് അത് നെയ്യിൽ സോട്ട് ചെയ്തിട്ട് വറ്റിച്ച് അത് ഉന്നക്കായുടെ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചുരക്ക ഗ്രേറ്റ് ചെയ്ത് അതും ഇതേപോലെ നെയ്യിൽ വഴറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് പായസത്തിലിടുകയാണ്. പിന്നെ പായസം എന്ന് പറഞ്ഞത് പാല് തിളപ്പിച്ചിട്ട് അതിൽ ഈ ചുരക്ക സോട്ട് ചെയ്തതും പൊങ്ങ് അരച്ചത് സോട്ട് ചെയ്തതും ചെറുതായിട്ടൊന്ന് ചേർത്ത് ഒന്ന് കട്ടി വരുത്തിയിട്ട് അതിൽ ഉന്നക്കായിട്ടിട്ട് സെർവ് ചെയ്യുന്നതാണ്. ഇതിൽ ആദ്യം വേണ്ടത് തേങ്ങയുടെ പൊങ്ങാണ്. അതേപോലെ ഒരു 250 ഗ്രാം ചരക്ക ഗ്രേറ്റ് ചെയ്തത്, പിന്നെ പശു നെയ്യ്, പിന്നെ നട്ട്സുകൾ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു തരി ഏലക്കാപ്പൊടി, കുറച്ച് മിൽക്ക് മെയ്ഡ്, പിന്നെ പഞ്ചസാര, പിന്നെ മില്ലറ്റ്, ചോളത്തിൻ്റെ മില്ലറ്റ് ഇത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അര കഷ്ണം ഇളനീര്, ഒരു അരമുറി തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ചതാണ്. ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊങ്ങ അരച്ചത് ചേർത്ത് നന്നായി ഇത് നമുക്ക് ചെറുതായിട്ട് 1/2 ടീസ്പൂൺ മില്ലറ്റ്, അതേപോലെ 1 ടീസ്പൂൺ റവ. ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും നമുക്ക്. അപ്പോൾ അത് ഏകദേശം ആയി എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് നമുക്ക് എടുത്തിട്ട് ചൂടാറാൻ വെക്കണം കേട്ടോ. ആ പാത്രത്തിൽ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചരക്ക ഇട്ട് കൊടുക്കുക. ചരക്കയിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, പിന്നെ നട്ട്സുകൾ, അതായത് പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ് വറുത്ത് പൊടിച്ചത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നെയ്യ് ചൂടാൻ ശേഷം നെയ്യ് ഒഴിക്കുക. 1/2 ടീസ്പൂൺ നെയ്യ് ഇടുക. അതിലേക്ക് നമുക്ക് പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ബാക്കി നമുക്ക് പായസത്തിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് ഉപയോഗിക്കുന്നത്. തീ ഓഫ് ചെയ്യുക, മാറ്റി വെക്കാം. ഒരു ബൗൾ അടുപ്പത്ത് വെക്കുക, തീ ഓൺ ചെയ്യുക, പാല് ഒഴിക്കുക. ഒരു 3/4 ലിറ്റർ, അതായത് ഒരു പാക്കറ്റും ഒരു പാക്കറ്റിൻ്റെ പകുതി ഒഴിച്ച് നന്നായി തിളച്ച് വരട്ടെ. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിവിടെ നിന്ന് തിളക്കട്ടെ. ആ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം. ചെറുതായിട്ട് ബട്ടർ ഒന്ന് കയ്യിൽ തടവിയിട്ട് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചരക്ക വെച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിൽ നട്ട്സ് വെച്ചിട്ട് കുഞ്ഞുന്നക്കായ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. കുഞ്ഞുന്നക്കായ കാണുമ്പോൾ പഞ്ചസാര ഒരു 5 ടീസ്പൂണ്. ഈ പാലിൽ നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഈ ചരക്ക വിളയിച്ചത് വലിയൊരു സ്പൂണ്, ഒരു ടേബിൾ സ്പൂണ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊങ്ങ് അരച്ചത്. അതിൽ 1 ടീസ്പൂണ് മില്ലറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വേവിക്കുക. എന്നൊക്കെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് സ്റ്റീം ചെയ്യുക. ഒരു 2 മിനിറ്റ്. ഓൾറെഡി അത് കുക്കായിട്ടുള്ള സംഭവമാണ്. ഏത് സ്റ്റേജിലെത്തി? ഇത് മറ്റേ പൊങ്ങ് കൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കി. പൊങ്ങിന്റെ ആണോ അവിടെ വെച്ചത്? അതല്ല, നമ്മുടെ ചിരട്ടയിലുണ്ടല്ലോ. നേരത്തെ പൊങ്ങ് ചോദിച്ചിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇത് നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെയല്ല കഴിക്കുക. കഴിക്കുമ്പോൾ ഇതിന്റെ ഇതും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ സ്പോഞ്ച് പോലെ ഇരിക്കും. സ്പോഞ്ചാണ്. ഇതിന്റെ ഇതും കൂടെ രണ്ടും കൂടെ ചേർത്ത് കഴിക്കുക. അതും കഴിക്കും. തേങ്ങയുടെ ആ ബോർഡർ വെരി ടേസ്റ്റി. അത് ഭയങ്കര നല്ലതാണ്. നല്ല ഇഷ്ടം. എന്തൊക്കെയാ അത് വെച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണോ ഉന്നക്ക ഉണ്ടാക്കിയ? അയ്യോ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നു. ബട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്താ ചൂടുണ്ട്. ഉള്ളിൽ ചരക്ക ഗ്രേറ്റ് ചെയ്തിട്ട് വിളയിച്ചിട്ട് നല്ല ചൂടാണ്. വയലിടല്ലേ കുഴപ്പമില്ല. നൈസ്. നമ്മൾ ഉന്നക്കായ വെന്തതിന് ശേഷം പാല് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് പൊടിച്ച് വെച്ച നട്ട്സുകൾ, തേങ്ങാപ്പാലും ഇളനീരും കൂടെ അടിച്ച് വെച്ചത് മിക്സ് ചെയ്യുക.
നമ്മുടെ ചുരക്ക പൊങ്ങ് ഉന്നക്കായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഉന്നക്കായ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം.